കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരികയാണ്. ഇതിന്റെ ഏറ്റവും ഒടുവിൽ പലരെയും ചോദ്യം ചെയ്തത് ഏറ്റവും ഒടുവിലാണ് കെ. രാധാകൃഷ്ണൻ MP ചോദ്യം ചെയ്യാൻ ED വിളിപ്പിച്ചത്. പലതവണ സമൻസ് അയച്ചു, വന്നില്ല. ഏറ്റവും ഒടുവിൽ അദ്ദേഹം പറയുന്ന കാരണം അമ്മയുടെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കണം എന്നുള്ളതാണ്. ഒരു പല കോണുകളിൽ നിന്ന് ചോദ്യം ഉയരുന്നുണ്ട്. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് എന്നൊക്കെ പറയുന്ന അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള വിശ്വാസമുണ്ടോ? അദ്ദേഹം മുന്നേ ചെയ്തിട്ടുള്ള കാര്യങ്ങളും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഓർമ്മയില്ലേ എന്ന് ചോദിക്കുന്നു. ഞാൻ ചോദിക്കുന്നത്, ഇത്തരത്തിൽ ഒഴിവാകേണ്ട ഒരു സാഹചര്യം കെ. രാധാകൃഷ്ണനെ പോലെ ഒരു ക്ലീൻ ഇമേജ് ഒക്കെ കൊടുക്കുന്ന ഒരു നേതാവിന് ഉണ്ടോ? അദ്ദേഹത്തിന്റെ മടിയിൽ കനമുണ്ടോ? പ്രജിത, യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ മടിയിൽ കനമുള്ളത് കൊണ്ടല്ല, അദ്ദേഹത്തിന്റെ ചുമലിൽ ഈ പാർട്ടിയെ രക്ഷിക്കാനുള്ള അമിതമായ ഭാരം ഉള്ളത് കൊണ്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന്റെ ഗതികേടാണത്. കെ. രാധാകൃഷ്ണൻ തീർച്ചയായിട്ടും നമുക്കൊക്കെ ഇന്നുവരെ ഉള്ള ബോധ്യം അനുസരിച്ച് കെ. രാധാകൃഷ്ണൻ കരുവന്നൂർ ബാങ്കിൽ മാത്രമല്ല ഒരു അഴിമതിയിലും അദ്ദേഹത്തിന്റെ കൈ പൊള്ളിയിട്ടുണ്ടെന്നോ അദ്ദേഹത്തിന്റെ കൈകളിൽ ഏതെങ്കിലും തരത്തിൽ അഴുക്ക് കലർന്നിട്ടുണ്ടെന്നോ ഞാൻ വിചാരിക്കുന്നില്ല, നമ്മൾ ആരും വിചാരിക്കുന്നില്ല. പക്ഷെ അപകടം പറ്റുന്നത് ഇവിടെയാണ്. കരുവന്നൂർ ബാങ്കിന്റെ യഥാർത്ഥ പ്രതികൾ ആരാണെന്ന് ഏറ്റവും നന്നായി അറിയാവുന്നയാൾ കെ. രാധാകൃഷ്ണനാണ്. എന്തുകൊണ്ടെന്നാൽ അന്ന് അദ്ദേഹം CPM-ന്റെ തൃശൂർ ജില്ലാ സെക്രട്ടറിയാണ്. കൃത്യമായിട്ട് അദ്ദേഹത്തിന് അറിയാം ആരൊക്കെയാണ് പ്രതികൾ, ആരൊക്കെയാണ്. AC മൊയ്തീന് എന്തുമാത്രം പങ്കുണ്ട്, അവിടുത്തെ മറ്റെല്ലാ പ്രാദേശിക നേതാക്കന്മാർക്കും ഏരിയ നേതാക്കന്മാർക്കും ഒക്കെ എന്തുമാത്രം പങ്കുണ്ട്, എത്ര ജില്ലാ കമ്മിറ്റി അംഗങ്ങൾക്ക് അതിൽ പങ്കുണ്ട്. സർവീസ് ബാങ്കുകൾ, സഹകരണ ബാങ്കുകൾ, CPM ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ സഹകരണ ബാങ്കുകൾ, സഹകരണ ബാങ്കുകൾ പലപ്പോഴും പേരിന് തെരഞ്ഞെടുപ്പ് നടത്തുന്നേ ഉള്ളൂ. ഒരിക്കലും അവരല്ലാത്ത മറ്റൊരു പാർട്ടി ജയിക്കുന്ന മട്ടിൽ മെമ്പർഷിപ്പ് കൊടുക്കൂല. അറിയാലോ, സഹകരണ ബാങ്കുകളുടെ സ്ഥിതി അതാണ്. അതിപ്പോ വ്യാപകമായി ആ മേഖല കൈയാളുന്നത് CPM ആണ്. ഒട്ടും മോശമല്ലാത്ത രീതിയിൽ കോൺഗ്രസിന്റെ കയ്യിലുള്ള ബാങ്കുകളുണ്ട്. അവിടെയൊക്കെ ഇത്തരം അഴിമതി ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. കണ്ടില്ലേ, വയനാട്ടിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ട ആരോപണങ്ങൾ കണ്ടില്ലേ. ഇനി എന്റെ മലപ്പുറത്ത് ഇതാ AR നഗർ സർവീസ് ബാങ്കിന്റെ മുമ്പിൽ KT ജലീൽ തന്നെ പോയി വലിയ അഴിമതി വിരുദ്ധ സമരം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ മലപ്പുറത്ത് ഈ മേഖല കൈകാര്യം ചെയ്യുന്ന മുഴുവൻ മുസ്ലിം ലീഗാണ്. അതാത് പ്രദേശങ്ങളിൽ സ്വാധീനമുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് സമർത്ഥമായി അവരുടെ അഴിമതി പണം ഒളിപ്പിക്കാൻ പറ്റും. അവരുടെ സ്വന്തക്കാർക്ക് തീർച്ചയായിട്ടും അതിനകത്തുള്ള ഒരു സതുദ്ദേശം അത് മാത്രമാണ്. കാര്യമായ ഈടും പിന്നെ ജാമ്യവും ഒന്നുമില്ലാതെ സ്വന്തക്കാരായ പാർട്ടിക്കാർക്ക് അത്യാവശ്യ ഘട്ടത്തിൽ സാമ്പത്തിക സഹായം കൊടുക്കാൻ പറ്റും. എന്നാൽ അവിടുത്തെ ജീവനക്കാർ പാർട്ടിക്കാരാണ്. അവിടെ നടക്കുന്ന അഴിമതികൾ വളരെ വലുതാണ്. ഈ ആവശ്യത്തിന് ഈടില്ലാതെ ആൾജാമ്യത്തിന് വായ്പ കൊടുക്കുമ്പോൾ തന്നെ വലിയ കൊള്ള പലിശയാണ് ഈടാക്കുന്നത്. ആ വക ഈ വക പല വക എന്നൊക്കെ പറഞ്ഞിട്ട് ലോൺ ക്ലോസ് ചെയ്യാൻ പോകുമ്പോൾ പലരും കരയുന്നത് കാണാം. ഏതെല്ലാം തരത്തിലാണ് കാശ് വാങ്ങുന്നത്. വലിയ ചൂഷണത്തിന്റെ മണ്ഡലമാണ് പലപ്പോഴും സർവീസ് ബാങ്കുകൾ. ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് തൃശൂർ ജില്ലയില് ഈ സഹകരണ ബാങ്കുകളിൽ എന്തെല്ലാം തട്ടിപ്പ് നടക്കുന്നു എന്ന് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ് കെ. രാധാകൃഷ്ണൻ. ആ പ്രശ്നം ഉയർന്നു വന്നപ്പോൾ തന്നെ അത് സൂക്ഷ്മമായിട്ട് പഠിച്ച ഒരാളാണ് അദ്ദേഹം. ഞാൻ മനസ്സിലാക്കിയത് പലർക്കും ആവശ്യമായ താക്കീത് കൊടുത്ത ഒരാളാണ്. അതുകൊണ്ട് ഇപ്പോ ഒരു പ്രശ്നം, രാധാകൃഷ്ണൻ വല്ലാത്തൊരു ധാർമ്മിക പ്രതിസന്ധിയിലായിരിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അദ്ദേഹത്തിന് ബോധ്യമുള്ളത് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ED വിളിച്ചാൽ അദ്ദേഹത്തിന്റെ മുമ്പിൽ നല്ല ബോധ്യമുള്ളത് അദ്ദേഹത്തിന് മറിച്ചു പറഞ്ഞാൽ മൂടി വെച്ചാൽ അബദ്ധമാവുകയും അല്ലെങ്കിൽ അപകടമാവുകയും ചെയ്യുന്ന, പ്രത്യേകിച്ചും അദ്ദേഹം കേരളത്തിൽ നിന്ന് ജയിച്ച ഒരേ ഒരു CPM MP ആണ്. ആ ഇമേജ് ഒക്കെ അദ്ദേഹത്തിനുണ്ട്. ആ ഇമേജുമായി പാർലമെന്റിലേക്ക് പോയ ഒരാൾക്ക് ഇപ്പോ ഈ കരുവന്നൂർ സമരം പോലെ ദേശീയ പ്രാധാന്യം കരുവന്നൂർ ബാങ്ക് പോലുള്ള ഒരു അഴിമതി പ്രശ്നത്തിൽ അദ്ദേഹം സത്യമല്ലാത്തത് പറഞ്ഞാൽ അതുണ്ടാക്കാവുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ച് അദ്ദേഹത്തിന് അറിയാം. സത്യമല്ലാതെ പറയാൻ അദ്ദേഹത്തിന് പറ്റുകയുമില്ല. സത്യം പറഞ്ഞാൽ പാർട്ടിക്കെതിരായി പറഞ്ഞു, പാർട്ടിയെ കുറ്റപ്പെടുത്തി, പാർട്ടിക്കാരെ പ്രതിക്കൂട്ടിൽ നിർത്തി, പാർട്ടിക്കെതിരായി സാക്ഷിമൊഴി പറഞ്ഞു എന്ന കുറ്റം അദ്ദേഹത്തിനെതിരെ വരികയും ചെയ്യും. അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് ഞാനായാലും എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് നോക്കൂ. അത്തരം ഒരു ധാർമ്മിക പ്രതിസന്ധിയിലാണ് ഇപ്പൊ കെ. രാധാകൃഷ്ണൻ സഖാവ് ഉള്ളത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ അദ്ദേഹത്തിന് ഓരോരോ കാരണങ്ങൾ, പാർലമെന്റ് സമ്മേളനം നടക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ആദ്യം പോകാതിരുന്നത്. രണ്ടാമത് ഇപ്പോ പാർലമെന്റ് സമ്മേളന സെഷൻ കഴിഞ്ഞപ്പോൾ ഡേറ്റ് കൊടുത്തപ്പോൾ പറഞ്ഞു എന്റെ അമ്മയുടെ ചടങ്ങുകളാണ്. അമ്മയുടെ ചടങ്ങുകളെ കുറിച്ചൊന്നും നമ്മൾ തർക്കിക്കേണ്ട കാര്യമില്ല. കാരണം കമ്മ്യൂണിസ്റ്റുകാർക്ക് അത്തരം ആചാരങ്ങൾ പങ്കെടുക്കാമോ എന്നതിൽ രണ്ട് മാതൃകയുണ്ട്. ഒന്ന് എന്താന്ന് വെച്ചാൽ ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു സാമൂഹ്യ പാഠം അതാണ്. ഇപ്പൊ എന്റെ അമ്മ മരിച്ചാൽ മരണാനന്തര ചടങ്ങുകളിൽ ഞാൻ പങ്കുകൊള്ളണമോ നടത്തേണ്ടതുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് എന്റെ വിശ്വാസം നോക്കിയല്ല. ഞാൻ മരിക്കുമ്പോൾ ഇതൊന്നും ചെയ്യേണ്ടതില്ല എന്ന് എനിക്ക് പറയാം. പക്ഷേ എന്റെ അമ്മ മരിക്കുമ്പോൾ അമ്മയുടെ വിശ്വാസം എന്തായിരുന്നുവോ അതനുസരിച്ചുള്ള എല്ലാ ചടങ്ങുകളും ചെയ്യാൻ സാമൂഹ്യമായി മകൻ എന്ന നിലയിൽ ഞാൻ ബാധ്യസ്ഥനാണ്. അതുകൊണ്ട് കെ. രാധാകൃഷ്ണൻ സഖാവിന്റെ അമ്മ വിശ്വാസിയായിരുന്നിരിക്കണം,
അവര് ഇത്തരം ചടങ്ങുകളൊക്കെ കുടുംബത്തിൽ ചെയ്തിരുന്നിരിക്കണം. അതുകൊണ്ട് അവർക്ക് വേണ്ടി ചടങ്ങുകൾ നിർവഹിക്കുന്ന പലരും ചെയ്തിട്ടുണ്ട്. ചെറുകാടിനെ പോലുള്ള വലിയ ആ, ആ, വി- വ- ഈ എന്താ പറയാ പുരോഗമന സാഹിത്യകാരന്മാരുൾപ്പെടെ എല്ലാവരും വലിയ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ നമ്മളെ അതിനിടയിൽ വേണമെങ്കിൽ ഓർക്കാവുന്ന ഒരു ഉദാഹരണം ശാരദ ടീച്ചർ നായനാർക്ക് വേണ്ടി ഒരുപാട് ചടങ്ങുകൾ നടത്തി. അപ്പോ ആളുകൾ ചോദ്യം ചെയ്തു. ഞാൻ ഉൾപ്പെടെ അപലപിച്ചിട്ടുണ്ട്. അതിന്റെ കാരണം ശാരദ ടീച്ചർ മരിക്കുമ്പോൾ മക്കൾ ചെയ്തു കൊള്ളട്ടെ. ശാരദ ടീച്ചർ വിശ്വാസിയാണ്, അമ്പലത്തിൽ പോകുന്ന ഒരാളാണ്. നായനാർ ജീവിതത്തിൽ ഒരിക്കലും അത് ചെയ്തിട്ടില്ലാത്ത ഒരാളാണ്, ഒരു ദൈവത്തിന് മുമ്പിൽ തൊഴാത്ത ഒരാളാണ്. അപ്പൊ എപ്പോഴും മരിച്ച ആളോടാണ് ജനാധിപത്യപരമായ മര്യാദ കാണിക്കേണ്ടത്, മാതൃക കാണിക്കേണ്ടത്. അതുകൊണ്ട് രാധാകൃഷ്ണൻ സഖാവിന്റെ അമ്മയുടെ വിശ്വാസം എന്തായിരുന്നു എനിക്കറിയില്ല. അവർ വിശ്വാസി ആയിരുന്നിരിക്കണം. അതുകൊണ്ട് ആ ചടങ്ങുകൾ നടത്താൻ അദ്ദേഹം ബാധ്യസ്ഥനാണ്. അതിനൊന്നും കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ പ്രതിസന്ധി മതപരമല്ല, ആചാരപരവുമല്ല. അദ്ദേഹത്തിന്റെ പ്രതിസന്ധി സത്യസന്ധത എന്നൊരു മൂല്യം അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഉള്ളത് കൊണ്ട്, കമ്മ്യൂണിസ്റ്റ് ക്വാളിറ്റി മാത്രമല്ല, അത് മനുഷ്യന്റെ ധാർമ്മികതയാണ്. ആ ക്വാളിറ്റി അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഉള്ളത് കൊണ്ട് പോയാൽ വിട്ടുപോകും അദ്ദേഹം. ഇനിയും എനിക്ക് തോന്നുന്നു അമ്മയുടെ ചടങ്ങ് കഴിയുമ്പോൾ വേറെ എന്തെങ്കിലും ചടങ്ങ് പറഞ്ഞിട്ട് അദ്ദേഹം പോവാതിരിക്കാനാണ് സാധ്യത. പക്ഷെ നിവൃത്തിയില്ല. പക്ഷെ ഇ.ഡി ആണെങ്കിൽ നല്ല സമയത്ത് വരിഞ്ഞു മുറുക്കുന്നുണ്ട്. അതെ, അതാണ് സംഭവിക്കുന്നത്. ഇഡി അങ്ങനെ പോലൊരു പോയാൽ ഇഡി കെ പോലൊരു രാധാകൃഷ്ണന്റെ സങ്കടം കെ രാധാകൃഷ്ണന്റെ സങ്കടം മലയാളിക്ക് മനസ്സിലാക്കാൻ പറ്റണം എന്നാണ് എന്റെ ഒരു അപേക്ഷ. സാർ എന്നായാലും ഇ ഡി പോലൊരു അന്വേഷണ ഏജൻസിയുടെ മുമ്പിലേക്ക് ഹാജരാകാതിരിക്കാൻ കഴിയില്ലല്ലോ. ഇപ്പൊ എം.കെ. കണ്ണൻ ആണെങ്കിലും എല്ലാവരും തന്നെ ഇതുവരെയും ഒരുപാട് പിടിച്ചു നിന്നു ഹാജരാകാതിരിക്കും. പക്ഷെ ഹാജരാകേണ്ടി തന്നെ വന്നു. ഈ ഒരു നിമിഷത്തെ അതെ, ആ ഒരു നിമിഷത്തെ നമുക്ക് എന്തായാലും അതിനെ ഫേസ് ചെയ്ത് തന്നെയാകണം. അതെ, അതെ, അതെ പ്രജിത. പക്ഷേ ഏറ്റവും ചുരുങ്ങിയത് കെ രാധാകൃഷ്ണൻ സഖാവിന് പറഞ്ഞു നിൽക്കാൻ ഒരു ന്യായമുണ്ട്. ഇ.ഡി എന്റെ പിന്നാലെ കൂടിയിട്ടും ആദ്യത്തെ തവണ ഞാൻ പോയില്ല, രണ്ടാമത്തെ തവണയും ഞാൻ പോയില്ല. നിവൃത്തിയില്ലാത്ത ഘട്ടത്തിലാണ് കേട്ടോ ഞാൻ പോയത്. പോയപ്പോ എനിക്ക് എന്റെ ബോധ്യമല്ലാതെ പറയാൻ പറ്റുമോ? ഇല്ലാത്തത് പറഞ്ഞാൽ ഞാൻ വിട്ടുപോകില്ലേ? അതിന്റെ ക്ഷീണവും പാർട്ടിക്കല്ലേ? അതിന്റെ മാനക്കേട് പിന്നെ പാർട്ടി സഹിക്കണ്ടേ എന്നൊക്കെ അദ്ദേഹത്തിന് പറയാൻ പറ്റും. എനിക്ക് തോന്നുന്നു വേണ്ടത്ര അത്ര എളുപ്പത്തിൽ പോയി കൊടുത്തിട്ട് അമിതമായ താല്പര്യം ഈ കേസിൽ ഞാൻ എടുത്തു, അദ്ദേഹം എടുത്തു എന്ന് പാർട്ടിക്കൊരു ഇമേജ്, ഒരു ഇംപ്രഷൻ ഉണ്ടാക്കണ്ടെന്നായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവും. പോകുമായിരിക്കും, പോയല്ലേ പറ്റൂ. അല്ലാതെ ഇന്ത്യൻ പൗരൻ മാത്രമല്ല, ഒരു സാധാരണ പൗരനല്ലല്ലോ, ഇന്ത്യൻ പാർലമെന്റ് അംഗമായ ഒരു പൗരൻ നിയമത്തിന് വഴങ്ങിയല്ലേ പറ്റുള്ളൂ. തീർച്ചയായിട്ടും പോകേണ്ടി വരും. പക്ഷേ ഈ മുഖ്യമന്ത്രി പിണറായി വിജയന് നീരസമുള്ള ഒരു നേതാവ് കൂടിയാണ് അദ്ദേഹം എന്ന് പറയുകയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന കരുവന്നൂർ ബാങ്കിനെ സംബന്ധിച്ചുള്ള എല്ലാ വിവരങ്ങളും മുഖ്യമന്ത്രി അറിയാതെയൊന്നുമുണ്ട്. അപ്പൊ അദ്ദേഹം മാറ്റി നിർത്തപ്പെടുന്ന ഒരാൾ പോയിട്ട് മാഷ് പറഞ്ഞതുപോലെ അവിടെ പോയി എന്തായാലും പറയേണ്ടി വരുന്ന ഒരവസ്ഥ. ആ അവസ്ഥയ്ക്ക് ശേഷം കെ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിന്റെ ഭാവി എന്ന് പറയുന്നത് എന്തായാലും. നല്ല ചോദ്യമാണ് പ്രജിത, വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഞാനിത് കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ആലോചിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു ആശങ്കയാണ്. കാരണം കെ രാധാകൃഷ്ണനെ കേരള മന്ത്രിസഭയിൽ നിന്ന് മാറ്റിയത്, മന്ത്രിസഭയിലേക്ക് എടുത്തത് തൃശൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റാനാണ്. മന്ത്രിസഭയിൽ നിന്ന് മാറ്റണം, മന്ത്രിസഭയിൽ നിന്ന് മാറ്റി പാർലമെന്റിലേക്ക് അയക്കാൻ തീരുമാനിച്ചത് ആ സീറ്റ് പിടിച്ചെടുക്കാൻ അദ്ദേഹം അല്ലാതെ മറ്റൊരാൾ ഇല്ല എന്നൊക്കെ പറയുന്നത് യാഥാർത്ഥ്യമായിരിക്കാം. എങ്കിൽ പോലും പാർലമെന്റിലേക്ക് കെ രാധാകൃഷ്ണനെ അയക്കുന്നത് എന്തിനാണ്? കെ രാധാകൃഷ്ണൻ എന്നൊരാൾ വിട്ടുവീഴ്ചയില്ലാത്ത കമ്മ്യൂണിസ്റ്റുകാരനായി കേരളത്തിലും തൃശ്ശൂരിലും ഉണ്ടാകുന്നത് ഇപ്പോ പുതിയ കാലത്ത് പിണറായി വിജയന്റെ ഭരണകാലത്ത് ഉണ്ടാക്കി വെച്ച ഒരു രാഷ്ട്രീയ സംസ്കാരത്തിന് വിഘാതമാണ്. അതുകൊണ്ട് കെ രാധാകൃഷ്ണൻ തടസ്സമാണ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവും. തീർച്ചയായിട്ടും ഇതൊരു ട്രാപ്പാണ്. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു കാര്യം കൂടി ഞാൻ പറയാം. കെ രാധാകൃഷ്ണനെ നിർബന്ധമായും സാക്ഷിപ്പട്ടികയിൽപ്പെടുത്തി വരിഞ്ഞു മുറുക്കി ഇ.ഡി ഇങ്ങനെ പിന്തുടർന്ന് ചുറ്റുവളഞ്ഞിട്ട് പിടിക്കുന്നുണ്ടല്ലോ. അങ്ങനെ പിടിപ്പിക്കുന്നതിന്റെ പിന്നിലും ആരൊക്കെയാണ് എന്ന് നമുക്ക് സംശയിക്കാവുന്നതേ ഉള്ളൂ. കാരണം എന്തൊക്കെ പറഞ്ഞാലും ആ കേസിൽ പാർട്ടിക്കെതിരായിട്ടല്ലാതെ കെ രാധാകൃഷ്ണൻ മൊഴി കൊടുക്കുകയില്ല. കണ്ടില്ലേ, പാർട്ടിക്കെതിരായി മൊഴി കൊടുത്തു കെ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ് ഒരു ടേം MP സ്ഥാനത്തോടെ കെ രാധാകൃഷ്ണൻ എന്ന രാഷ്ട്രീയ നേതാവിന്റെ ഭാവി എന്നേക്കുമായി തകർക്കാനുള്ള തീരുമാനം ഇതിന്റെ പിന്നിലില്ല എന്ന് നമുക്ക് പറയാനാവില്ല. സംശയിച്ചേ തീരൂ. പലതും സംശയിക്കേണ്ടിയിരിക്കുന്നു ഈ നാടകത്തിന്റെ അരങ്ങിനപ്പുറത്ത്. അദ്ദേഹം എന്തായിരിക്കും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി എന്നൊക്കെ നമുക്ക് ഒന്നും കൂടെ കാത്തിരുന്ന് കാണാമല്ലോ. പക്ഷെ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു കെ രാധാകൃഷ്ണൻ അങ്ങനെ എന്തിനെങ്കിലും വേണ്ടി വഴങ്ങുന്ന ഒരാളാണ്. കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾക്ക് വേണ്ടി ജീവിതം ഉപേക്ഷിച്ച്, മീൻസ് കുടുംബജീവിതം ഉപേക്ഷിച്ച് പഴയ ഒരു കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളുടെ പാതയിൽ സഞ്ചരിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ഇപ്പോ MLA ആയി, മന്ത്രിയായി, MP ആയി. ഇനി ഒരു ഘട്ടത്തിൽ ഇത് ധാർമ്മിക മൂല്യങ്ങൾക്ക് വേണ്ടി നിർത്തണം എന്ന് തോന്നിയാൽ നിർത്തി വീട്ടിലിരുന്നാൽ പോലും അദ്ദേഹം നല്ല കർഷകനാണ്, നല്ല കൃഷിക്കാരനാണ്. മനസാക്ഷിക്കുത്തില്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആ പാവം കമ്മ്യൂണിസ്റ്റുകാരന് കഴിയും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം.
എന്തു പ്രതിസന്ധി വന്നാലും ഏത് വെല്ലുവിളി വന്നാലും അദ്ദേഹം വഴങ്ങാതിരുന്നാൽ അദ്ദേഹം ചരിത്രത്തിന്റെ ഭാഗമായി ഉണ്ടാകും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ഓക്കെ.